ഗുഡ് മോർണിംഗ് ഷാനിമോൾ ഉസ്മാൻ. എം മുകേഷിനെതിരെ MLA-ക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. ഇന്നലെ വരെ അത് ആരോപണവും പരാതിയുമായിരുന്നു. മൊഴിയെടുത്തതിന് ശേഷം SIT പരാതിക്കാരിയുമായി സംസാരിച്ചതിന് ശേഷം കേസ് എടുത്തിരിക്കുകയാണ്. നടനും MLA-യുമായ എം മുകേഷിനെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇനി എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? അല്ല, ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് മുകേഷിന്റെ മുന്നിൽ രാജിവെക്കുകയല്ലാതെ യാതൊരു പോംവഴിയില്ല. അത് സർക്കാർ ചെയ്യുക എന്നുള്ളത്, സർക്കാർ ഇപ്പോൾ ഏതോ വലിയ കാര്യം ചെയ്ത പോലൊന്നും എനിക്ക് അതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മുകേഷിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വലിയ കഠിനാധ്വാനം നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. മുകേഷിനെ മാത്രമല്ല, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒരു അവസരം കൂടിയാണിതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മുകേഷ് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആദ്യം പറഞ്ഞത്, ആ പരാതിക്കാരിയെ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി എത്ര മോശമായിട്ടാണ് ആദ്യമായി പ്രതികരിച്ചത്. അതിനുശേഷം മുകേഷ് തന്നെ ചെയ്തത് എന്താ, CPM-ന്റെ പടച്ചട്ട അങ്ങിട്ടിട്ട് ഇതിനെ കേസിനെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ നോക്കിയില്ലേ. മുകേഷ് സ്വയം പറഞ്ഞത് എന്താ? മുകേഷ് സ്വയം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എനിക്ക് ഓർമ്മയില്ല എന്ന്. കൊല്ലത്തെ ജനങ്ങളെ പ്രതികരിക്കുന്ന ആള് പറയുകയാണ് എനിക്ക് ഓർമ്മയില്ല. ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു നോക്കിയില്ലേ മുകേഷ്? ഇത് ഒരു കേസാണോ? കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ തുടരെ ചെയിനായിട്ടുള്ള ഒരു ആരോപണം നേരിടുന്നത് ജനപ്രതിനിധി ഉണ്ടാകുന്നത്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ടൊന്നും വന്നതല്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ WCCയുടെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് തന്നെ ഏത് രീതിയിലാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്? ആ റിപ്പോർട്ടിനകത്ത് മൊഴി കൊടുത്ത ആളുകൾ വീണ്ടും കൊടുത്തോണ്ട് പറയുകയും ഇപ്പോൾ വേറെ SIT രൂപീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ബലമായ ഒരു സംശയം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ആ 11 ഖണ്ഡിക എന്തിനാണ് ഈ ഗവൺമെന്റ് മറച്ചു വെച്ചിരിക്കുന്നത്? സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും അത് മറച്ചു വെക്കാനുള്ള അധികാരം എന്താണ്? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ആ ഖണ്ഡികകൾ 11 ഖണ്ഡികകൾ എന്ന് പറയുമ്പോൾ 97 മുതൽ 107 വരെയുള്ള ആ പാരഗ്രാഫ്സ്, അതിൽ പറഞ്ഞിരിക്കുന്നത് പല പ്രമുഖരിലേക്കും നീളുന്ന സൂചനകളാണെങ്കിലോ അങ്ങനെയേ സംശയിക്കാൻ കഴിയൂ. കാരണം 96-ാമത്തെ ഖണ്ഡികയിൽ പ്രമുഖരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞെങ്കിലും അത് അറിയാതെ പുറത്തേക്ക് വന്നു. അത് നമ്മളൊക്കെ വായിക്കുകയും ചെയ്തു. അപ്പോൾ 97 മുതൽ 107 വരെ എന്തുകൊണ്ട് ഒഴിവാക്കി? അത് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം ഈ പരാതിയുടെ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടേണ്ട റിപ്പോർട്ടറിന്റെ മാധ്യമപ്രവർത്തകൻ റോഷിപാൽ പരാതി നൽകിയിട്ട് ഇപ്പോൾ 6-7 ദിവസമായി. അനക്കമില്ല. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ മുകേഷ് അടക്കമുള്ള CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളുടെയും പേരുണ്ട് എന്നുള്ള സംശയം കുറെ ദിവസമായിട്ട് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശക്തമായ സമരത്തിലാണ്. കാരണം ഇതിനകത്ത് സത്യസന്ധമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ, നവീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ അവകാശവാദമാണ് വശത്ത് നടക്കുന്നത്. അപ്പൊ ഒരു വശത്ത് അങ്ങനെ പറയുകയും ഒരു വശത്ത് ഇതൊന്നുമല്ല കാരണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വരാനുള്ള കാര്യം. 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചു. അതിനുശേഷം ഈ 11 ഖണ്ഡികകൾ പുറത്തുവിടുക എന്നുള്ളത് സത്യത്തിൽ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കണം. ഇവിടെയും കബളിപ്പിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയമല്ലേ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളല്ലേ എപ്പോഴും. ആ പകർപ്പ്, ആ 11 ഖണ്ഡികകൾ കാണാതായതിൽ ഞങ്ങൾ അതിൽ ഔദ്യോഗികമായി തന്നെ വിവരാവകാശ കമ്മീഷണർക്കടക്കം ഔദ്യോഗികമായി തന്നെ നമ്മൾ നീങ്ങിയതാണ്. ആ പകർപ്പ് അതിനുള്ള പണമടച്ചതാണ്. 233 പേജിനും പണമടച്ച് ആ തുകയടച്ച് അത്രയും പേജുകൾ കൃത്യമായി കിട്ടേണ്ടതാണ്. 5 പേജുകൾ എന്തിനൊഴിവാക്കി എന്നതിനും മറുപടിയില്ല. ആ 5 പേജുകൾ ഒട്ട് തരുന്നുമില്ല. ഇത് ആർക്കു വേണ്ടിയാണ്? ഞാൻ റിപ്പോർട്ടർ TVയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ആ 5 പേജുകൾ ഒരു സംശയം വേണ്ട, മുകേഷിന് അടക്കമുള്ള അല്ലെങ്കിൽ മുകേഷിനൊപ്പമോ മുകേഷിന് മുകളിലോ ഉള്ള ഈ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളുടെ പേര് അതിനകത്തുണ്ട് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. അപ്പൊ അത് പുറത്തു വരട്ടെ. ഇതിനകത്ത് സത്യസന്ധതയും ഒക്കെ പറഞ്ഞ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യവും ഞങ്ങൾ മുകേഷിനെതിരെ കേസെടുത്ത് ഇതൊന്നും ഔദാര്യമല്ല. ഇന്ത്യ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് കേരളത്തിന് മാറ്റിവെക്കാൻ പറ്റൂല. അപ്പൊ കേരളത്തിലെയും കൂടി ബാധകമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കാനാകാത്ത തരത്തിൽ കേസെടുക്കുമ്പോഴും ഇപ്പൊ ഒരു വശത്ത് ഇപ്പൊ DYFI ലഡു കൊടുക്കുകയായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഇത് സർക്കാരിന്റെ വിജയമല്ല,
സർക്കാർ വീണ്ടും മുകേഷിനോട് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ തുടരെ ഈ ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമയം കഴിഞ്ഞില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഇതിന് തയ്യാറാവണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ മിണ്ടാതിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതല്ലേ? ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ ഒരു 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 പ്രോസസ്സായിട്ടാണ് എനിക്കതിനെ സംബന്ധിച്ച് തോന്നുന്നത്. ഈ കടലാസുകൾ പുറത്തുവിടാത്തത് അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നില്ല. ഗവൺമെന്റിന് മേൽ ഒരുപാട് സമ്മർദ്ദം പൊതുസമൂഹം ചെലുത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് സമരങ്ങളുടെ പരമ്പര നടക്കുകയാണ്. അതിനകത്ത് പൊതുസമൂഹത്തിലുള്ള ആരും മാറി നിൽക്കുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എല്ലാവരും പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? കേവലം ഒരു ആരോപണം എന്നുള്ള നിലയിൽ അതിനെ ചുറ്റി കാണാൻ പറ്റുമോ? ഇതിനകത്ത് ഒരിക്കലുമില്ല. വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ. ഒരു കാര്യം കൂടി എന്തുകൊണ്ടാണ് CPM-ന്റെ വനിതാ നേതാക്കന്മാർ മിണ്ടാത്തത്? എവിടെ പോയി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ? എവിടെ പോയി ശൈലജ ടീച്ചർ? ശ്രീമതി ടീച്ചറുടെ അഴകുഴമ്പനായിട്ടുള്ള പ്രസ്താവന നമ്മൾ കണ്ടു. എവിടെ പോയി DYFIയുടെ നേതാക്കന്മാർ? ഇതിപ്പോ ആഫ്രിക്കയിലായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം സമരങ്ങൾ നമ്മൾ കണ്ടേനെ, ഇവിടെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾ നമ്മൾ കണ്ടേനെ. കേരളത്തിൽ ഇടതു മുന്നണി ഇവിടെ ഭരിക്കുമ്പോൾ, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ ആളുകൾ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ നിഷേധിക്കുന്നത് എന്താണ്? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അവിടെയാണ് ഇരട്ടത്താപ്പ്. MJ അക്ബർ എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി മീറ്റു ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പ്രസ്താവന ഇറക്കിയ, കമ്മ്യൂണിക്ക് ഇറക്കിയ അതേ പാർട്ടിയുടെ ആളുകളാണ് സ്വന്തം MLA-ക്ക് നേരെ ആരോപണം ഉയരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ശ്രീമതി ബൃന്ദ കാരാട്ട് ഇന്ത്യയിലെ ഒരുപാട് വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളിലാണെങ്കിലും ഇന്ത്യയുടെ ഒരുപാട് വിഷയങ്ങൾ അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി CPM-ന്റെ ലൈനാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. അവർ ഗവൺമെന്റിനെ വെള്ളപൂശുന്ന നിലപാടല്ലേ എടുത്തത്. അപ്പൊ ഇതൊന്നും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്നേ മതിയാകൂ. ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമ ഇൻഡസ്ട്രി. അവരുടെ പാഷൻ കൊണ്ടാണ്, പാഷൻ മാത്രം പോരാ, അവരുടെ കഴിവ് കൂടി കൊണ്ടാണ് അവര് ഈ മേഖലയിലേക്ക് പോകുന്നത്. അവരെ മുഴുവൻ സത്യത്തിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്, ഈ കണ്ണികകളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പേരുകൾ പുറത്തുവിട്ടില്ലെങ്കിൽ മുഴുവൻ ആളുകളും സംശയത്തിന്റെ മുൾമുനയിലാണ്. എല്ലാവരും അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അതായത് നന്നായി ജോലി ചെയ്യുന്ന ആളുകൾ കൂടി സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടത് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന്.